+1 നിങ്ങൾ ചെയ്ത നിങ്ങളുടെ മാർക്സും സമാധാനവും എല്ലാം തൊലച്ച വലിയ മിസ്റ്റേക്സ് ഈ +2 ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അതെന്നാ ഒന്ന് ലോജിക്കലായിട്ട് ഈ ഒറ്റ ചോദ്യം നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. +1 നിങ്ങൾ ചെയ്ത ആ വലിയ മിസ്റ്റേക്സ് ഇപ്പം +2 തുടങ്ങുമ്പോൾ തന്നെ സോൾവ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ സോൾവ് ചെയ്യും? +2 തൊലഞ്ഞു കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ഡിഗ്രിയും കൂടെ തൊലഞ്ഞു കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ജീവൻ തന്നെ തൊലഞ്ഞു പോയി കഴിയുമ്പോഴോ? ഞാൻ 600 കൂടുതൽ ഡെയിലി സ്റ്റുഡൻസിൻ്റെ ലോഗ് എൻട്രീസ് അനലൈസ് ചെയ്തു. എന്താണ് +1 +2 സ്റ്റുഡൻസ് കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ്? എന്തുകൊണ്ട് അവർക്ക് വിചാരിച്ച മാർക്ക് കിട്ടാൻ പറ്റുന്നില്ല? ലാസ്റ്റ് ഫുൾ ഇയർ ഞാൻ അനലൈസ് ചെയ്തു. ഇതിൽ 98% സ്റ്റുഡൻസിൻ്റെയും +1 +2 തൊലച്ച വലിയ 3 കാര്യങ്ങളാണുള്ളത്. ഇതോർത്ത് വെച്ചോണം, ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം തന്നെ നിങ്ങളുടെ വരാൻ പോകുന്ന +2 ഫുൾ ലൈഫ് മാറ്റിമറിക്കാം. യൂട്യൂബ്, വാട്സപ്പ് അല്ലാതെ ബാക്കി എല്ലാ എൻ്റർടൈൻമെൻറ്റ് പ്ലസ് സോഷ്യൽ ആപ്പുകളും അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് യൂട്യൂബിൻ്റെയും വാട്സപ്പിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക. ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് വരുന്നില്ലെങ്കിൽ ഈ +2 നിങ്ങൾ ഹ്യൂജ്ലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. +2 പഠിക്കാൻ സമയം കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? 1, എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടും +1 നിങ്ങൾക്ക് വിചാരിച്ച ആ മാർക്കിൽ എത്താൻ പറ്റിയില്ല? ഇപ്പം തന്നെ അതെങ്ങനെ ഫുൾ ഫിക്സ് ചെയ്യാം? എങ്ങനെ നിനക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും? നിന്റെ ക്ലാസ്സിനല്ല, നിന്റെ സ്കൂളിനല്ല, നിന്റെ ബാച്ചിനല്ല. എങ്ങനെ നിനക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും? അത് മാത്രം എനിക്ക് നോക്കിയാൽ മതി. അത് ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് അടിച്ചേണ്ട ഒരു ചുക്കും മനസ്സിലാത്തില്ല, ഫുള്ള് കാണുക. പോയിന്റ് 1, +1 നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ഓർത്ത് നിങ്ങൾക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. അതൊന്നും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണേ. A+ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ നിർത്തേണ്ടതായ ആ 5 വലിയ മിസ്റ്റേക്സ്, നിങ്ങൾ +1 ചെയ്ത 5 വലിയ മിസ്റ്റേക്സ് എഴുതുക. ഇപ്പം തന്നെ ഫോണിലോ ബുക്കിലോ എവിടെയെങ്കിലും എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ ഇനി വീഡിയോ ബാക്കി കണ്ടിട്ട് ഒരു ഉപകാരമില്ല. നീ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് നീ കാണുന്നത്, നീ എഴുതുമെന്ന് എനിക്കറിയാം. ഈ വലിയ 5 മിസ്റ്റേക്സ് ഇപ്പം തന്നെ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ +2 തൊലയുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ തന്നെ നിർത്തിയേ പറ്റത്തുള്ളൂ. ഇനിയാണ് നല്ലപോലെ ചിന്തിക്കേണ്ടത്. ഈ മിസ്റ്റേക്സ് ഒക്കെ നിർത്താൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വർക്കായോ? അത് അപ്പോൾ വർക്കായിട്ടുണ്ടെങ്കിൽ അതേ സംഭവം തന്നെ ചെയ്ത് ഇപ്പോഴും ആ മിസ്റ്റേക്സിനെ നശിപ്പിക്കുക. ഇനി അത് വർക്കായില്ല എങ്കിൽ എന്തുകൊണ്ടത് വർക്കായില്ല എന്ന് നല്ലപോലെ ചിന്തിക്കുക. കിട്ടും, വേറെ ആരുടെയും കാര്യമല്ലല്ലോ, നമ്മളെ തന്നെ കാര്യമല്ലേ, കിട്ടിക്കോളും. അങ്ങനെ എന്തുകൊണ്ട് വർക്കായില്ല, നമ്മുടെ പ്ലാൻ എന്തുകൊണ്ട് ചീറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി അത് ചീറ്റിപ്പോകാതിരിക്കാനും അത് വർക്കാകാനും എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞുതരാം. ഡെയിലി എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് എഴുതി വെക്കുക. ഈ കാര്യം ഡെയിലി എഴുതാൻ മറക്കും എന്നുള്ളവരെ അലാറം വെച്ച് ഓർത്ത് പിന്നെ അത് എഴുതി വെക്കുക. ഡെയിലി 5 മിനിറ്റ്. ഇന്ന് A+ കിട്ടുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്താണ്? എഴുതി. 2, എങ്ങനെ ഞാനിന്ന് തോറ്റു? അതും എഴുതി. 3, നാളെ എങ്ങനെ എനിക്ക് ജയിക്കാൻ പറ്റും? അതും എഴുതി. ഇത് ഡെയിലി ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. ഇത് ഡെയിലി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇനിയും ഈസി ബട്ട് അൾട്രാ എഫക്റ്റീവ് വെർഷൻ വേണമെന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിന് ജസ്റ്റ് 1% മാത്രമാണിത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിൽ 2 മിനിറ്റ് കൊണ്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് തയ്യാറാക്കി ഡെയിലി ലോഗ് ഫിൽ ചെയ്യുക. എന്നിട്ട് വീക്കിലി ഞാൻ തന്നെ വന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം റിവ്യൂ ചെയ്യും. അതെല്ലാം മാറ്റി ഫുൾ A+ നിങ്ങളെ എത്തിക്കാൻ. +2 മൊത്തം ചാപ്റ്ററും പഠിക്കാൻ നമുക്ക് സമയം കിട്ടുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്താണ് ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പോയിന്റ് 2, +2 മിഡ് ടേം, ഓണം എക്സാം, ക്രിസ്മസ്, ഇംപ്രൂവ്മെൻറ്റ്, മോഡൽ എക്സാം, മെയിൻ, റെക്കോർഡ് എഴുതുന്നത്, പ്രാക്ടിക്കൽ എക്സാം, അതിൻ്റെ പ്രാക്ടിക്കൽ പഠിത്തം, പിന്നെ എത്ര ദിവസം നിങ്ങൾക്ക് ഹോളിഡേയ്സ് കിട്ടും, നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് അസുഖത്തിനോ അങ്ങനെ അർജൻറ്റായിട്ട് എടുക്കുന്ന ലീവുകളുടെ ഒരു ആവറേജും കണക്കാക്കിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ വലിയൊരു കാര്യം ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 3 to 4 ഡേയ്സ് ഉണ്ട്. ഈ ഫുൾ +2 ടൈമിൽ ആവറേജ് ആയിട്ട്. ക്ലാസ്സിലെല്ലാം പോയിട്ട് വന്ന് ബാക്കിയുള്ള സമയമാണ് പഠിക്കേണ്ടതെന്നും അതും കൂടെ ഒന്ന് ആലോചിക്കുക. പിന്നെ ക്ലാസ് വർക്കുകൾ, അസൈൻമെൻറ്റ്, നോട്ട്, അത് ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ പ്രശ്നം. പിന്നെ +2 ഒബ്വിയസ്ലി +1നെക്കാട്ടും ഹാർഡാണ് എന്ന കാര്യം ചിന്തിക്കുക. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? പഠിക്കാൻ സമയമുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യമുണ്ട്. പക്ഷെ വേസ്റ്റ് ചെയ്യാൻ സമയമുണ്ടോ? ഒരു ദിവസം പോലും ഇല്ല. ഇതിൽ +2 ഫുള്ളും തൊലയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്താണെന്നറിയോ? കൃത്യം എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ. ശരി, പ്ലാൻ എല്ലാം ഉണ്ടാക്കിയെന്ന് തന്നെ വിചാരിക്കുക. അത് 100% നിങ്ങൾ വിചാരിച്ച പോലെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നെങ്കിലും? അപ്പോൾ ഈ പ്ലാൻ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഡെയിലി സഹായിക്കുന്ന, എന്നാൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമായ ഒരു ഡെയിലി ടൈം ടേബിളും ഉണ്ടാക്കണം. ടൈം ടേബിൾ പ്ലാൻ ഉണ്ടാക്കാൻ ഈസിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് ഡിവൈഡഡ് ബൈ പഠിക്കാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ എത്ര ദിവസം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്ന് അറേഞ്ച് ചെയ്ത് പ്ലാൻ തയ്യാറാക്കാം. ഇനി അടുത്ത ടൈം ടേബിൾ. നിങ്ങൾ എഴുന്നേൽക്കുന്ന ടൈം 7 മണിക്കൂർ സ്ലീപ്പ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ബാക്കി നിങ്ങൾ കിടക്കുന്ന ടൈം
റെസ്റ്റ്, സ്കൂള്, ബാക്കി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, മനസ്സ്, ലൈഫ് എല്ലാം മുന്നേറാൻ സഹായിക്കുന്ന, എക്സ്പോണൻഷ്യലി മുന്നേറാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം ടൈം ടേബിൾ ഉണ്ടാക്കാൻ. നിങ്ങൾ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഫുൾ +2 ക്രിസ്റ്റൽ ക്ലാരിറ്റി മാസ്റ്റർ പ്ലാൻ പ്ലസ് അതിൻ്റെ തന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന ഡെയിലി ടൈം ടേബിളും അതിൻ്റെ കൂടെ ഏറ്റവും ഈസി ആൻഡ് അൾട്രാ എഫിഷ്യൻ്റ് ആയിട്ട് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിത്തരും. നമ്മുടെ ബാച്ചിലുള്ള പല അൾട്രാ എഫിഷ്യൻ്റ് ഫീച്ചേഴ്സിൻ്റെ ചെറിയൊരു സാമ്പിൾ മാത്രമാണിത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോ ഇട്ട് പറഞ്ഞുതരാം. ഇതെല്ലാം ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ മൊത്തം ചീറ്റിപ്പോവും. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുൾ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ബാച്ചിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട്. നമ്മുടെ ബാച്ചിൽ ചേർന്ന സ്റ്റുഡൻസിന് ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. നോക്കിയാൽ ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. ഇതുപോലെ എല്ലാ സ്റ്റുഡൻസിനും മാറ്റം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ഫുൾ സിസ്റ്റമുള്ള ഈ ബാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫുള്ളും 5000 രൂപയുടെ കോഴ്സ് വെറും 1899 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നു. +2 തുടങ്ങുമ്പോൾ മുതൽ ഒരു മാസം വരെ അല്ല, ഓണം എക്സാം വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫുൾ അവൈലബിൾ ആയിരിക്കും. ഇനിയും ആദ്യം ജോയിൻ ചെയ്യുന്ന 25 പേർക്ക് മാത്രമേ ഈ പ്രൈസിൽ ഇത്തരം കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഏപ്രിൽ 12 രാത്രി 11:59 വരെ മാത്രമേ ഈ ഓഫർ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. സീറ്റ് തീർന്നാലോ ടൈം കഴിഞ്ഞാലോ നമ്മൾ പ്രൈസ് കൂട്ടും. 2300 രൂപയായിരിക്കും ഇത് കഴിഞ്ഞാൽ. എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം.